ബിഗ് ബോസിൽ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും വൈകി കത്തുന്ന, അതായത് ട്യൂബ്ലൈറ്റ് ആയിട്ട് മിന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ബിഗ് ബോസ് മലയാളം സീസൺ 6 മോർണിംഗ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ട്യൂബ്ലൈറ്റ്, അതായത് വൈകി കത്തുന്ന വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ ഗ്യാങ്ങിലും കാണും, ഇപ്പൊ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും കാണുമായിരിക്കും ഒരാള് കുറച്ച് കഴിഞ്ഞിട്ടേ കത്തുള്ളൂ. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞിട്ട് അടാ നീ അങ്ങനെയാടാ അല്ലേ ഉദ്ദേശിച്ചെന്നുള്ളത്. സോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ട്യൂബ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഇനി നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 6 മോർണിംഗ് ടാസ്കിൽ ഓരോരുത്തരും ആരെയൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം അർജുൻ ആരെയാണ് പറഞ്ഞത്, ശ്രീതു ആരെയാണ് പറഞ്ഞത്, അതുപോലെ തന്നെ ജാൻമണി ആരെയാണ് പറഞ്ഞത്, അങ്ങനെ എല്ലാവരും ആരെയൊക്കെയാണ് പറഞ്ഞത്, എന്താണ് അതിനുള്ള മെയിൻ റീസൺ, ഇതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ആരെയൊക്കെ പറഞ്ഞു എന്ന് വ്യക്തമായിട്ട് നമ്മൾ പറയാം. അപ്പം നമുക്ക് ആ ഒരു ടാസ്ക് ലെറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 അതായത് ട്യൂബ്ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വ്യക്തി ആരാണ്, അവരെ ഒന്ന് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ജാൻമണി, അതായത് ക്യാപ്റ്റൻ ആണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ യമുന ചേച്ചി ട്രാൻസ്ലേറ്റ് ചെയ്ത് മീൻസ് ആ ഒരു സംഭവം ടാസ്ക് ലെറ്റർ വായിച്ചത് യമുന ചേച്ചിയാണ്. സോ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 6 നിങ്ങൾക്ക് ട്യൂബ്ലൈറ്റ് ആയിട്ട് തോന്നുന്നത് ആരാണെന്ന് ചോദിച്ചുകൊണ്ടുള്ള അതിൽ ഫസ്റ്റ് ജാൻമണി വിളിച്ചിട്ടുണ്ടായിരുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ അവിടെ പറഞ്ഞ പേര് എന്ന് പറയുന്നത് ശ്രീതു ആണ്. ഈ ഒരു ടാസ്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലുണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ബിക്കോസ് അങ്ങനെ ഒരു ട്യൂബ്ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു സംഭവത്തിൽ പറയുന്ന ഒരു ഇതായിട്ടാണ്. സോ ജാസ്മിൻ വന്നിട്ട് അവിടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ശ്രീതുവിന്റെ പേരായിരുന്നു. അതായത് അത്യാവശ്യം എല്ലാവരും ഇവിടെ നല്ല രീതിയിൽ മിന്നുന്നവരാണ്, അല്ലെങ്കിൽ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ശ്രീതു ആണ് ഭാഷ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം, ഒരു പക്ഷേ ഭാഷ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം ശ്രീധുവിന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കത്തുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. അത് മീൻസ് അത് ഒരു മോശം രീതിയിലല്ല പറഞ്ഞത്, അതായത് ആ ഒരു ലാംഗ്വേജ് ബാരിയർ ഉള്ളത് കൊണ്ട് ശ്രീധുവിനെയാണ് ജാസ്മിൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമതായിട്ട് ജാൻമണി ദാസ് അർജുനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അർജുൻ വന്ന് പറഞ്ഞ പേര് എന്ന് പറയുന്നത് ശ്രീധുവിനെ അല്ല ജാൻമണിയെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഒരു ബൾബായിട്ടാണ്, മീൻസ് ജാൻമണിക്കും അവിടെ ലാംഗ്വേജ് ബാരിയറിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം പല കാര്യങ്ങളും ഇപ്പം നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ പെട്ടെന്ന് പൊട്ടിത്തെറിക്കെങ്കിലും പക്ഷെ പിന്നെ ആ ഒരു കാര്യം ആലോചിച്ച് വന്ന് സംസാരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാണ് അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ജാൻമണി, സാധാരണ ജാൻമണിയുടെ പേര് പല കാര്യങ്ങളിലും എടുത്തിടുമ്പോൾ ജാൻമണിക്ക് വളരെ ഇറിറ്റേഷനും വളരെ ദേഷ്യം വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ജാൻമണി വളരെ ചിരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ടാസ്കിനെ നേരിട്ടത്. അതെനിക്ക് എന്തായാലും തോന്നി. സാധാരണ അങ്ങനെയല്ലല്ലോ, ജാൻമണി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാൻമണി പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു ടൈപ്പാണ്. സോ ഇത് ഒരു പോസിറ്റീവ് ഇന്റൻഷൻ എന്നുള്ള രീതിയിൽ ഒരു ലാംഗ്വേജ് ബാരിയർ ഉള്ളതുകൊണ്ടായിരിക്കാം ജാൻമണിയെയാണ് അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അപ്സരയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്സരയും ജാൻമണി ദാസിനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പല കാര്യങ്ങളും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു സംഭവം മനസ്സിലാക്കിയതിനു ശേഷം പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ജാൻമണി ദാസിനെ തോന്നി എന്നാണ് അപ്സര പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്നത് ഗബ്രിയാണ്. ഗബ്രി, ഞാൻ വിചാരിച്ചത് ഗബ്രി ശ്രീധുവിനെയോ അതുപോലെ തന്നെ ജാൻമണിയോ ഒക്കെ പറയുന്നതാണ്. പക്ഷെ ഗബ്രി പറയുന്നത് ഗബ്രിന്റെ അടുത്ത കൂട്ടുകാരിയായിട്ടുള്ള ജാസ്മിനെയാണ്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഒരു അണ്ടർ റേറ്റഡ് ട്യൂബ്ലൈറ്റ് ആണെന്നാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഗബ്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഗബ്രി ജാസ്മിന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പല കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ജാസ്മിൻ അത് മനസ്സിലാവില്ല. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ തന്നെ മനസ്സിലാവാൻ കുറച്ച് സമയം എടുക്കും, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാലൊന്നും അങ്ങനെ മനസ്സിലാവില്ല. സോ ഒരു അണ്ടർ റേറ്റഡ് ട്യൂബ്ലൈറ്റ് ആണ് ജാസ്മിൻ എന്നാണ് ഗബ്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതെന്തായാലും സർപ്രൈസിങ് ആയിരുന്നു ഗബ്രി ആ ഒരു പേരെടുത്തത്. സോ അതിനുശേഷം റസ്മിനാണ് വന്നത്. റസ്മിനും ജാൻമണിയുടെ പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എന്നാലേ ജാൻമണിക്ക് അത് മനസ്സിലാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ശ്രീതു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഇവിടെ എന്നെ ട്യൂബ്ലൈറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇപ്പം ഇവര് പറയുമ്പോഴാണ് മനസ്സിലാക്കിയത് എന്നെക്കാട്ടും വലിയൊരു ട്യൂബ്ലൈറ്റ് ജാൻമണി ചേച്ചിയാണെന്ന്. അതായത് ഈ ലാംഗ്വേജിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇവർക്ക് പലർക്കും ആ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടേ കത്താറുള്ളൂ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം. സോ ശ്രീതു വന്നിട്ട് ജാൻമണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ശ്രീരേഖ ചേച്ചിയാണ് പറഞ്ഞത്. ശ്രീരേഖ ചേച്ചിയും വന്ന് പറഞ്ഞത് ജാൻമണിയാണ്. അതായത് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും രണ്ടാമതും മൂന്നാമതും ഒക്കെ എടുത്തടിച്ച പോലെ പറയണം, അതുകൊണ്ടാണ് എല്ലാവരും ഒരു പോസിറ്റീവ് ഇന്റൻഷനോട് കൂടി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് വേറെ മീൻസ് ജാൻമണിയെ ഇപ്പൊ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി അവിടെ ചിരിച്ചുകൊണ്ട് അത് നേരിടുന്നതുകൊണ്ടായിരിക്കാം എല്ലാവരും പിന്നെ വന്നിട്ട് ജാൻമണിയെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പറയായിരുന്നു അല്ലേ. സോ എന്തായാലും നമ്മുടെ ശ്രീരേഖ ചേച്ചിയും ജാൻമണിയെ പറഞ്ഞു. പിന്നെ ശരണ്യാണ് വന്നത്. ശരണ്യം വന്നിട്ട് പറയുന്നത് ജാൻമണിയാണ്.
പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാനുള്ള ഒരു സംഭവം ഒന്നും കാണിക്കാറില്ല. പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കും. നമുക്ക് ആ ഒരു മീൻസ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ശരണ്യം എന്ന് പറഞ്ഞത്. ലാംഗ്വേജ് ബാരിയർ തന്നെയാണ് എല്ലാവരും ജാൻമണിയെ പറഞ്ഞ ഒരുവിധം ആൾക്കാരെല്ലാം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. ഇതിൽ വെറൈറ്റി ആയിട്ട് പറഞ്ഞത് ഒന്ന് യമുന ചേച്ചിയാണ്. യമുന ചേച്ചി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഋഷി, അതായത് ഋഷി വളരെ ജെന്യുവിൻ പേഴ്സൺ ആണ് എന്നെ പോലെ, അതായത് യമുന ചേച്ചിയെ പോലെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഋഷീനെ പറയുന്നത്. വളരെ ഒരു പോസിറ്റീവ് ഇന്റൻഷനിലാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജാൻമണിയെ ഞാൻ ഒരിക്കലും പറയില്ല. ജാൻമണിക്ക് ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിന്റെയും ജാതകം വരെ അറിയാമെന്നാണ് യമുന ചേച്ചി ഈ ഒരു മോർണിംഗ് ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജാൻമണിയുടെ ഗെയിം പ്ലാനും അതുപോലെ തന്നെ ജാൻമണിയെ ഞാൻ ഒരിക്കലും ഈ ഒരു സംഭവത്തിൽ പറയില്ല എന്നും നമ്മുടെ യമുന ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം വന്നത് അൻസിബയാണ്. അൻസിബ വന്ന് പറയുന്നത് ശരണ്യയാണ്. ശരണ്യയെ പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അൻസിബ ഇന്നലെ എപ്പിസോഡിലല്ല, ഇന്നലെ ലൈവ് കണ്ടവർക്കറിയാം. അൻസിബ ഇന്നലെ ഒരു കഥ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ പവർ ടീം വെച്ച ഒരു സെഗ്മെന്റിൽ അൻസിബ ഒരു കഥ പറയുന്നുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയാണ്. സോ ആ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴും നമ്മുടെ ശരണ്യക്ക് ആ ഒരു കാര്യം മീൻസ് അതിലെന്താണ് കോമഡി എന്നുള്ള കാര്യമൊന്നും മനസ്സിലായില്ല. മനസ്സിലാക്കാൻ കുറെ സമയം എടുത്തു എന്നുള്ള രീതിയിൽ അൻസിബ പറയുന്നുണ്ടായിരുന്നു. ശരണ്യ ചേച്ചീനെയാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഋഷി വരുന്നു. ഋഷി വന്ന് പറഞ്ഞ പേര് അൻസിബയാണ്. സോ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരു പോസിറ്റീവ് ഇന്റൻഷനോടുകൂടി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അൻസിബയാണ് ഋഷി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പല കാര്യങ്ങളും മീൻസ് ചെറിയ ബൾബാണ് എന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ കത്തില്ല എന്നുള്ള രീതിയിലാണ് ഋഷി അവിടെ അൻസിബയെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷെ അതൊരു പോസിറ്റീവ് ഇന്റൻഷനിൽ ഈ ഒരു ടാസ്കിന് എടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് അത് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ പോയി. അല്ലാത്തൊരു പക്ഷം അതൊരു നെഗറ്റീവ് ഇന്റൻഷനിലാണ് ഈ ഒരു ടാസ്ക് പോകുന്നതെങ്കിൽ അൻസിബയും ഋഷി അടിപൊട്ടാൻ ഇത് തന്നെ മതി. ഓക്കെ, പിന്നെ അടുത്ത വന്നത് ജിൻഡോ ബ്രോയാണ്. ജിൻഡോ ബ്രോ വന്നിട്ട് AC മോട്ടോർ DC മോട്ടോർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ജിൻഡോയുടെ ഗെയിം വളരെ രസകരമായ ഒരു ഗെയിമാണ്. അതായത് ശ്രീതു അവിടെ ഒരു കോംബോ മേക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രീതു വേറൊരു ട്രാക്കിൽ പോകുന്നുണ്ട് എന്ന് ജിൻഡോ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരു ഫസ്റ്റ് ഇത് എന്നുള്ള രീതിയിൽ ശ്രീതുവിനോട് AC മോട്ടോർ DC മോട്ടോർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ പതുക്കെ കത്തുന്ന എന്ന് പറഞ്ഞിട്ട് ശ്രീതു എന്നാണ് പറയുന്നത്. അപ്പം ഫേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രീധുവിനോട് ശ്രദ്ധിക്കാനും പറയുന്നുണ്ട്. പലരും ശ്രീധുവിനെ മീൻസ് ആ ഒരു ഇന്റൻഷനോട് കൂടി, അതായത് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ജിൻഡോ ബ്രോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു ഫിസിക്സ് ക്ലാസ് തന്നെ ജിൻഡോ ബ്രോ ആ ഒരു കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ ഒരു ഫിസിക്സ് ക്ലാസ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മോർണിംഗ് ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോറ വന്നിട്ട് ജിൻഡോനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടാസ്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. ഇതൊരു നെഗറ്റീവ് ടാസ്ക് അല്ലാണ്ട് എടുത്തുകൊണ്ട് ജിൻഡോ ആരുടെ ഒരു ബുക്കിലും വന്നിട്ടില്ല. നോറ വന്നിട്ട് പക്ഷെ ജിൻഡോനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മണ്ടത്തരാണ് എന്നുള്ള രീതിയിലാണ് നോറ വന്നിട്ട് ജിൻഡോയുടെ പേര് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ലാസ്റ്റ് ജാൻമണി വന്നിട്ടുണ്ടായിരുന്നു. ജാൻമണി എല്ലാവരെയും പറഞ്ഞു. ജാൻമണി വന്നിട്ട് ലാസ്റ്റ് പറഞ്ഞത് അൻസിബയാണ്. അതായത് ജാൻമണി സ്വന്തം പറയുന്നുണ്ട്, എന്റെ ലാംഗ്വേജിന്റെ പ്രശ്നം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഞാൻ പല കാര്യങ്ങളും പറയുമ്പോൾ അൻസിബ കിളി പോയ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അൻസിബയാണ് പറയുന്നത് എന്നാണ് ജാൻമണി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, കമന്റ് ബോക്സിൽ കമന്റും രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും ഒരു വെറൈറ്റി മോർണിംഗ് ടാസ്ക്, വലിയ അടിപിടിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൽ പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് ബിഗ് ബോസിൽ ഒരു വലിയ, അതായത് ജയിൽ ആൻഡ് ക്യാപ്റ്റൻസി, ഇതിൽ രണ്ടിലും ആരെ വിടും എന്നുള്ള ഒരു വലിയ ത്രെട്ട് അവിടെ നിൽക്കുകയാണ്. സോ നമുക്ക് കണ്ടറിയാം അതിൽ പൊട്ടുന്ന അടികൾ എങ്ങനത്തെ അടികളൊക്കെ ആയിരിക്കും എന്നുള്ളത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.